ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. റമദാൻ ദർസിലെ ഇന്നത്തെ വിഷയം അയൽവാസികളോടുള്ള ബാധ്യതകൾ എന്നതാണ്. നമുക്കറിയാം, റമദാൻ മാസം ആത്മശുദ്ധീകരണത്തിൻ്റെ മാസമാണ്. റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് അള്ളാഹുവിനോടുള്ള കടമകൾ, അതായത് ആരാധനകൾ ഹക്കുള്ള നിർവഹിക്കുന്നു. ഈ ഹക്കുള്ളയോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സഹജീവികളോടുള്ള കടമകളും ഹക്കുൽ ഇബാദും നിറവേറ്റേണ്ടതുണ്ട്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആഗമനോദ്ദേശമായി പറഞ്ഞത് മനുഷ്യനെ അള്ളാഹുവുമായി, മനുഷ്യൻ്റെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുക, അങ്ങനെ ഹക്കുള്ള ചെയ്യുന്നവരായി മാറ്റുക, അതോടൊപ്പം തന്നെ മനുഷ്യനെ സമസൃഷ്ടികളോടുള്ള സേവനവും അവരോടുള്ള കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റുന്നവരായി തീർക്കുക എന്നതുമാണ്. ഈ ഒരു പാഠം നമുക്ക് വിശുദ്ധ ഖുർആനും നൽകുന്നുണ്ട്. അതായത് നമ്മുടെ ഹക്കുള്ളയോടൊപ്പം അനിവാര്യമായ ഹക്കുള്ളയെ പൂർത്തീകരിക്കുന്ന കാര്യമാണ് ഹക്കുൽ ഇബാദ് എന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് ഇപ്രകാരം വന്നിരിക്കുന്നു: നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, മറ്റൊന്നിനെയും അവൻ്റെ കൂടെ പങ്കുചേർക്കരുത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക, അടുത്ത ബന്ധുക്കൾ, അനാഥർ, അഗതികൾ, അടുത്ത ബന്ധുവായ അയൽവാസി, അന്യനായ അയൽവാസി, തൊട്ടടുത്തുള്ള കൂട്ടുകാരൻ, യാത്രക്കാരൻ, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളവർ എന്നിവർക്കും നന്മ ചെയ്യുക. അഹംഭാവിയും പൊങ്ങച്ചക്കാരനുമായവനെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. സൂറത്ത് നിസായിലെ 37-ാമത്തെ ആയത്താണ് ഞാനിപ്പോൾ കേൾപ്പിച്ചത്. ഈ ആയത്തിൽ അള്ളാഹു ഹക്കുൽ ഇബാദ് അഥവാ സമസൃഷ്ടികളോടുള്ള കടമകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അയൽവാസികളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ അയൽവാസികളുടെ വ്യാഖ്യാനം ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ ഇപ്രകാരം പറയുന്നു: ഈ അയൽവാസി ഇവിടെ 3 തരത്തിലാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ജാരിസുൽ ഖുർബ, അതായത് രക്തബന്ധമുള്ള അയൽവാസികൾ. ഇവർക്ക് 2 തരത്തിലുള്ള അവകാശങ്ങളുണ്ട്: രക്തബന്ധം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബന്ധുത്വം ഉള്ളതുകൊണ്ട് ഉള്ള അവകാശം, അതുപോലെ അയൽവാസി എന്ന നിലയിലുള്ള അവകാശം. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് അൽ ജാരിൽ ജുനുബ് എന്നതാണ്, അതായത് അകലെയുള്ള അയൽവാസി അല്ലെങ്കിൽ ബന്ധുക്കളല്ലാത്ത അന്യനായ അയൽവാസി. മതം, വർഗം എന്നിവ നോക്കാതെ എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത് അസാഹിബ് ബിൽ ജംബ് എന്നാണ്. താൽക്കാലികമായി കൂടെയുള്ളവർ, യാത്രയിൽ കൂടെയുള്ളവർ, ജോലിസ്ഥലത്തെ സഹപ്രവർത്തകർ എന്നിവർ പോലും ഈ അയൽവാസിയുടെ ഗണത്തിൽ പെടുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു മറ്റൊരിടത്ത് തഫ്സീർ കബീറിൽ പ്രകാരം വിവരിക്കുന്നു: ഒരു വിശ്വാസി തൻ്റെ അയൽവാസിയുമായി പുലർത്തേണ്ട ബന്ധം കേവലം ഉപചാരപൂർവമാകരുത്, മറിച്ച് അവരുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസങ്ങളായി കാണണം. ഞാൻ തൻ്റെ അയൽവാസിക്ക് ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല, മറിച്ച് അവർക്ക് ഉപകാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. തഫ്സീർ കബീർ. അതുപോലെ തന്നെ ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി: ഒരു പ്രദേശത്തെ സമാധാനം നിലനിൽക്കുന്നത് അയൽവാസികൾ തമ്മിലുള്ള ഐക്യത്തിലാണ്. അയൽവാസികളോട് മോശമായി പെരുമാറുന്നവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിത്തറ ഇളക്കുകയാണ് ചെയ്യുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയുടെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് ഒരു ഹദീസിൽ നമ്മോട് ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു: അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മാ സാല യൂസീനി ജിബ്രീലു ബിൽ ജാർ ഹത്താ ലനൻതു അന്നഹു സയുവരിസുഹു. അയൽവാസിക്ക് സ്വത്തിൽ അവകാശം അഥവാ അനന്തരാവകാശം ഉണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് കൽപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുമാറ് അദ്ദേഹം അയൽവാസിയുടെ കാര്യത്തിൽ എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: തൻ്റെ അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ വിശ്വാസിയല്ല. വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമും അയൽവാസിയുടെ വിശദീകരണം വളരെ വിപുലമായ അർത്ഥത്തിൽ നൽകിയിട്ടുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത് അയൽവാസി എന്നത് വെറും വീടിനടുത്ത് താമസിക്കുന്നവർ മാത്രമല്ല, മറിച്ച് നമ്മളുമായി സമ്പർക്കത്തിൽ വരുന്ന ഏവരുമാണ് എന്നാണ്. അയൽവാസി ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, അവരോടുള്ള കടമകൾ ഒന്നു തന്നെയാണെന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നി പറയുകയുണ്ടായി. ഒരാൾ തൻ്റെ അയൽക്കാരോട് ദയ കാണിക്കുന്നില്ലെങ്കിൽ അയാൾ തന്നിൽപ്പെട്ടവനല്ല എന്ന് പോലും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കഷ്തീനു എന്ന ഗ്രന്ഥത്തിൽ ജമാഅത്ത് അംഗങ്ങളെ ഉണർത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഹസ്രത്ത് മസീഹ് ഇസ്ലാം മൽഫൂസാത്തിൽ ഒരിടത്ത് ഇപ്രകാരം വിവരിക്കുന്നു: നിങ്ങളുടെ അയൽക്കാരൻ കഷ്ടപ്പാടിലാണെങ്കിൽ അവനെ സഹായിക്കുക,
അവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവൻ ആത്മീയമായി പുരോഗതി പ്രാപിക്കില്ല. ഈ അയൽവാസിയോടുള്ള നമ്മുടെ കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ നമ്മൾ എങ്ങനെ പ്രായോഗികമായി നിറവേറ്റാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ, ഹദ്റത്ത് മസീഹ് ഇസ്ലാം നമ്മെ ഉണർത്തിയതുപോലെ, നമുക്ക് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമുക്ക് അയൽക്കാർക്കും അത് നൽകിക്കൊണ്ട് അവർക്കും അത് ഷെയർ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഇഫ്താരിയൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ കടമകൾ നിറവേറ്റാം. അതുപോലെ തന്നെ അയൽക്കാരുടെ സ്വകാര്യതയും നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അതുപോലെ അയൽവാസിയുടെ മതവിശ്വാസത്തെയും നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. അയൽവാസികളുമായുള്ള ബന്ധം തകരാറിലായാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ തന്നെ ബാധിക്കും എന്നാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ റമദാൻ മാസത്തിൽ നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. വാഹിർ ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.